ഹലോ ഡിയേഴ്സ്, നമുക്കിന്ന് ദ സൈലന്റ് ചൈൽഡ് എന്നുള്ള ഒരു ഷോർട്ട് ഫിലിം AEC 1 ലാംഗ്വേജസിനുള്ള ഒരു ഷോർട്ട് ഫിലിമാണ് ദ സൈലന്റ് ചൈൽഡ്. ദിസ് ഫിലിം ഈസ് ഡിറക്റ്റഡ് ബൈ ക്രിസ് അവേർട്ടൺ ആൻഡ് ഹിസ് വൈഫ് റേച്ചൽ ഷെൻടൺ. Let us go through the introduction at first. ആദ്യം Chris Averton. Who is Chris Averton? The director of The Silent Child, and he was a British director and actor. He was known for The Silent Child. The Silent Child ആണ് ക്രിസ് അവേർട്ടന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഫിലിം, which was released during the year 2017. Scrooged is another famous film directed by Chris Averton. Scrooged release ആയിട്ടുള്ള year 2011 ആണ്. He was a very experienced person in TV and theatre also. Academy Award for Best Live Action Short Film 2018 കിട്ടിയ ഫിലിമാണ് നമ്മുടെ The Silent Child. We know that one another director is there for this film, that is Rachel Shenton. Actually, they are couples. Both Chris Averton and Rachel Shenton are husband and wife. പിന്നെ ഈ റേച്ചൽ ഷെൻടനെ നിങ്ങൾ ഫിലിം കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, ഷീ ഈസ് ജോനെ. ഷീ പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ ദിസ് ഫിലിം ആസ് എ ടീച്ചർ, ആസ് എ സോഷ്യൽ വർക്കർ ഹു ടീച്ചേഴ്സ് ലിബി ദി ആർട്ട് ഓഫ് സൈൻ ലാംഗ്വേജ്. ഓക്കെ, എനിവേ ഷി വാസ് എ ബ്രിട്ടീഷ് ഡയറക്ടർ, റൈറ്റർ ആൻഡ് ആക്ട്രസ്. അതുപോലെ സൈലന്റ് ചൈൽഡ്, ഡാഡീസ് ഗേൾ എന്നീ ഫിലിംസ് ആണ് അവരുടെ ഫേമസ് ഫിലിംസ്. ഷീ അഡ്വക്കേറ്റ്സ് ഫോർ ഡെഫ് അവയർനെസ് ആൻഡ് ഇൻക്ലൂഷൻ. അതായത് ഈ റേച്ചൽ ഷെൻടന്റെ ഫാദർ സഡൻലി ഡെഫ് ആയിത്രേ. ആ സമയത്താണ് ഷീ ബിഗാൻ ടു ഡ്രോ ഹർ അറ്റൻഷൻ ടുവേർഡ്സ് ദ ഡെഫ് പീപ്പിൾ. അപ്പോൾ ആ സമയത്താണ് അവർ ഡെഫ് പീപ്പിളിൻ്റെ ബുദ്ധിമുട്ടുകളും അവരെങ്ങനെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാം എന്നുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നത്. അവർ നേടിയ അവാർഡ്സ് ആണ് അക്കാഡമി അവാർഡ് for Best Live Action Short Film in 2018, then BAFTA nomination. Okay, character analysis. ആരൊക്കെയാണ് അതിലുള്ള characters? Libby. The main character is a 6-year-old girl, that is Libby. She is deaf and isolated. She struggles to connect with family. Okay. അപ്പോൾ അവർ ഡെഫ് ആയതുകൊണ്ട് തന്നെ ഐസൊലേറ്റഡ് ആണ്. വീട്ടുകാർക്കൊന്നും അവരുടെ വർത്തമാനം മനസ്സിലാവുന്നില്ല. അവൾ പറയുന്നത് അവർക്കും മനസ്സിലാവാത്തത് കൊണ്ട് തന്നെ എന്താണ്, ഷീ ഈസ് ഐസൊലേറ്റഡ്, ഒറ്റയ്ക്കാണ്. ദെൻ ഫൈൻസ് സൊലേസ് ഇൻ ജോനെ. ജോനെ പറഞ്ഞിട്ടുള്ള സോഷ്യൽ വർക്കർ വരെയാണ്. അപ്പോൾ അവർ എന്താണ്, ഷീ ബിഗാൻ ടു ടീച്ച് ഹർ ബ്രിട്ടീഷ് സൈൻ ലാംഗ്വേജ്. അതിലൂടെ അവരെന്ത് ചെയ്യാണ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. അങ്ങനെ വീട്ടുകാരോടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ആ കുട്ടി നോർമൽ ചൈൽഡായിട്ട് മാറാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് ഈ ഫിലിമിൽ. ജോനെ പറഞ്ഞു വെച്ചാൽ അനദർ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ, ആൻഡ് ഷീ ഈസ് എ കമ്പാഷനേറ്റ് സോഷ്യൽ വർക്കർ. ഓക്കെ, ഷീ ഫീൽസ് എംപതി ടുവാർഡ്സ് ദിസ് ഗേൾ, ദാറ്റ് ഇസ് വൈ ഷീ ഈസ് ട്രൈങ് ടു പുട്ട് ഹെർ ഇൻ ടു ദ മെയിൻ സ്ട്രീം ഓർ പുട്ട് ഹെർ ഇൻ ടു ദ നോർമൽ സ്ട്രീം ഓഫ് ദ സൊസൈറ്റി. ദെൻ ബ്രിഡ്ജസ് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്. അവർ അതായത് ഇവൾക്ക് വർത്തമാനം പറയാൻ പറ്റുന്നില്ല എന്നുള്ള ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാണ് ആര് ചെയ്യുന്നത്, ജോവാനെ, ത്രൂ സൈൻ ലാംഗ്വേജ്. അതുപോലെ ലിബി ഈസ് ആൻ ഇൻഡിപെൻഡൻറ്റ് ഗേൾ. അവളൊക്കെ ഒരു കുറവുമില്ല, എന്താണ്, ഷീ ഈസ് നോർമൽ എന്നുള്ള രീതിയിലാണ് നമ്മുടെ ജോനെ ട്രീറ്റ് ചെയ്യുന്നത്. മാത്രമല്ല അവൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സൈൻ ലാംഗ്വേജിലൂടെ അവളെല്ലാം നേടും എന്നുള്ളതായിരുന്നു നമ്മുടെ ജോവാനയുടെ ഒരു ബിലീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ പ്ലോട്ട് സമ്മറി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. നിങ്ങൾ ഫിലിം കാണണം എന്തായാലും. ദ സ്റ്റോറി റിവോൾവ്സ് അറൗണ്ട് ലിബി. ലിബി ആരാണ്? ഷീ ഈസ് എ 6-year-old deaf girl. Then our Joanne comes to the scene. She helps, that is, who is the social worker? Joanne. She helps Libby to communicate through sign language. Their bond transforms Libby's life. അങ്ങനെ ലിബി പതുക്കെ പതുക്കെ വീട്ടുകാരൊക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഇവിടെ തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസൊലേഷൻ ഈസ് ദയർ. ലിബി വാസ് ഐസൊലേറ്റഡ് ഈവൻ ഇൻ ഹർ ഫാമിലി.
അമ്മയോട് പോലും അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നില്ല. Then communication. The importance of communication is also stressed. Empathy. That is empathy. What is mean by empathy? That is ഇവിടെ നമുക്കൊരാളോട് ഒരു പിച്ചക്കാരനോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു പാവപ്പെട്ട ഒരാളോട് നമുക്ക് അയ്യോ അയാൾ പാവം കഷ്ടം എന്ന് തോന്നുകയാണെങ്കിൽ ഇറ്റ്സ് സിമ്പതി. നേരെ മറിച്ച് നമ്മൾ അയാളെ ഹെൽപ്പ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ ഓക്കെ, അതായത് ഇപ്പോൾ അയാൾക്ക് എന്തെങ്കിലും പൈസ കൊടുത്തിട്ട് അല്ലെങ്കിൽ ഒരു എന്താണ് ചോറ് വാങ്ങിക്കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എംപതി. അപ്പം അങ്ങനെ ഉള്ളൊരു എംപതി ഉള്ള ഒരാളാണ് ജോനെ. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ഡെഫ് ആയിട്ടുള്ള ആളുകളുടെ ബുദ്ധിമുട്ടുകൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ബിക്കോസ് ഓഫ് ദാറ്റ് എംപതി. Let us see which are the themes and symbolism in the silent child. Isolation versus connection. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഐസൊലേഷൻ പറഞ്ഞു വെച്ചാൽ ഒറ്റപ്പെടൽ. ലിബി experiences isolation at the first part of the movie and towards the last also she was isolated. എന്തുകൊണ്ടാണ് അതുണ്ടായത്? ആദ്യം അവൾ ഐസൊലേറ്റഡ് ആണ്, കാരണം അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല, വർത്തമാനം പറയാൻ പറ്റിയിരുന്നില്ല, ചെവി കേൾക്കില്ലായിരുന്നു, മറ്റുള്ളവർ പറയുന്നത് അവർക്ക് മനസ്സിലാവില്ലായിരുന്നു. സോ ഷി വാസ് ഐസൊലേറ്റഡ്. വാച്ചിങ് ടി വി വാസ് ദി ഓൺലി റിലീഫ് ഇൻ ഹെർ ലൈഫ്. അപ്പോൾ അമ്മയോട് പോലും അവർ ഒരു കാര്യം സംസാരിച്ചിരുന്നത് അമ്മ അങ്ങോട്ടും അതെ, അമ്മ പറഞ്ഞു കഴിഞ്ഞാൽ ദേ ലെഡ് എ കൈൻഡ് ഓഫ് ബിസി ലൈഫ് ദയർ. പക്ഷേ ജോവാനെ ടോട്ട് ഹെർ ദ സൈൻ ലാംഗ്വേജ്. അതിലൂടെ അവർ എന്ത് ചെയ്യാൻ തുടങ്ങി? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി. ലിബി മറ്റുള്ള ഫാമിലി മെമ്പേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി. സോ സോളിറ്റ്യൂഡ് ടു അണ്ടർസ്റ്റാൻഡിങ് അല്ലേ? കുറച്ച് കഴിഞ്ഞപ്പോൾ സോളിറ്റ്യൂഡ് ടു അണ്ടർസ്റ്റാൻഡിങ്, അവർ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങി. ഹൗ ദ വേൾഡ് ഈസ്, ഹൗ ടു കമ്മ്യൂണിക്കേറ്റ് ടു അതേഴ്സ് എന്നുള്ള കാര്യമൊക്കെ ലിബി മനസ്സിലാക്കി ഫ്രം ജോനെ. ബട്ട് സ്റ്റിൽ some communication barriers are there because she is tough, she cannot hear anything. അപ്പോൾ അതുകൊണ്ട് തന്നെ സൈൻ ലാംഗ്വേജ് ആസ് എ ബ്രിഡ്ജ് പറഞ്ഞു വെച്ചാൽ ഗ്യാപ്പ് ഫില്ലിംഗ് സോഴ്സ് എന്തായിരുന്നു? സൈൻ ലാംഗ്വേജ്. ത്രൂ സൈൻ ലാംഗ്വേജ് ജോനെ ടോട്ട് ഹെർ ദ തിങ്സ് അറൗണ്ട് ഹെർ, എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് പഠിപ്പിച്ചു. എംപതി ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഈസ് ദയർ ഇൻ ദ പാർട്ട് ഓഫ് ദിസ് ലേഡി, ദാറ്റ് ഈസ് ജോനെ. ജോനെ played a very effective role in Libby's life. പക്ഷെ നമുക്കറിയാം ലാസ്റ്റിൽ ഇതൊന്നുമല്ല സംഭവിക്കുന്നത്. her parents wanted to make Libby as a normal child. അപ്പോൾ അവർ സൈൻ ലാംഗ്വേജ് അല്ല പ്രിഫർ ചെയ്യുന്നത്, they prefer lip reading. ലിപ്പ് റീഡിങ് പറഞ്ഞു വെച്ചാൽ നോർമൽ ആളുകളുടെ കൂടെ അവർ ജീവിക്കാൻ പഠിക്കണം എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ സൈൻ ലാംഗ്വേജ് എല്ലാവർക്കും അറിഞ്ഞോളണമെന്നില്ല അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. ഇവള് പറയുന്നത് അവർക്കും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. പക്ഷേ അവൾ എന്ത് ചെയ്യാൻ പഠിക്കണം? ലിപ്പ് റീഡിങ് പഠിച്ചിട്ട് സാധാരണ ആളുകളുടെ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നായിരുന്നു അവരുടെ ആഗ്രഹം. അതിന് വേണ്ടിയിട്ട് ദേ അഡ്മിറ്റഡ് ഹെർ ടു എ നോർമൽ സ്കൂൾ. അപ്പോൾ നമുക്കറിയാം അതിൻ്റെ അവസാനം എന്ന് പറഞ്ഞു വെച്ചാൽ ഷി വാസ് ഐസൊലേറ്റഡ് ബിക്കോസ് ഓൾ ഓഫ് ദം ആർ നോർമൽ ചിൽഡ്രൻ ആൻഡ് ദേ കമ്മ്യൂണിക്കേറ്റ് each other in language. The teacher is also communicate with them in language. But the problem of Libby is that she cannot hear anything. അപ്പോൾ ആ സമയത്ത് നമ്മൾ ലാസ്റ്റിൽ കാണുന്നതാണ് ജോനെ സ്കൂളിൻ്റെ വാതിലിൽ പോയി നിൽക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മുടെ ലിബി ഈസ് ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് ഷീ ലവ്സ് ജോനെ. അപ്പോൾ ജോനെ തിരിച്ചും പറയുന്നുണ്ട് ഷീ ഈസ് ഓൾസോ ഇൻ ലവ് വിത്ത് ദിസ് ലിബി. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ഒരു ഷോർട്ട് സ്റ്റോറി, അതായത് ഷോർട്ട് ഫിലിമാണ് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ. ദി ഇമ്പോർട്ടൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈസ് വെരി മച്ച് സ്ട്രെസ്ഡ് ഇൻ ദിസ് ഷോർട്ട് ഫിലിം. കമ്മ്യൂണിക്കേഷൻ പവർ ഇല്ലെങ്കിൽ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇനി പറയുന്നത് ഇവിടെ ഫിലിം ടെക്നിക്സ് ഏതൊക്കെയാണ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം ഇറ്റ്സ് എ ഫിലിം. അപ്പോൾ വിഷ്വൽ സ്റ്റോറി ടെല്ലിംഗ് ആണ്. അതായത് നമ്മൾ കഥ പറയുന്ന പോലെ ത്രൂ വേർഡ്സ് അല്ലാതെ വിഷ്വലി ദ സ്റ്റോറി ഈസ് ബീങ് കൺവേയ്ഡ്. ക്ലോസപ്പ് ഷോട്ടുകളുണ്ട്, മീഡിയം ഷോട്ട്, ലോങ് ടേക്സ്, അങ്ങനെ ക്യാമറ ഷോട്ടുകളുടെ കാര്യമാണ്. സൗണ്ട് ഡിസൈൻ, മ്യൂട്ടഡ് സൗണ്ട്സ് ടു എംഫസൈസ് ലിബീസ് എക്സ്പീരിയൻസ്. ചില സ്ഥലത്ത് എന്താണ് മ്യൂട്ട് ചെയ്തിട്ടുണ്ട്, അതായത് ലിബിയുടെ എക്സ്പീരിയൻസ്, ലിബീസ് ലൈഫ് ഈസ് ഓൾവേസ് മ്യൂട്ടഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കും ആ എക്സ്പീരിയൻസ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ദെൻ കളർ പാലറ്റ്, മ്യൂട്ടഡ് കളേഴ്സ് ടു കൺവേ ഐസൊലേഷൻ. അതായത് ആദ്യം ഒരു ഷാബി ആയിട്ടുള്ള ഒരു സെറ്റിംഗ് ആണ് വരുന്നത്.
അതൊക്കെ അവളുടെ ഒരു ഐസൊലേഷൻ. പിന്നെ അതുപോലെ നമ്മുടെ ജോനെ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് കൂടെ, ഐസൊലേറ്റഡ് പ്ലേസിലൂടെയാണ് അവൾ ഇങ്ങനെ സൈക്കിൾ ഓടിച്ചിട്ട് പോണത്. അതൊക്കെ എന്താണ്, ടു സ്ട്രെസ് ദ ഐസൊലേഷൻ ഓഫ് ദിസ് ഗേൾ ലിബി. So dears, this is the short film, The Silent Child. അപ്പോൾ ഇതിൻ്റെ നമുക്ക് എക്സാം എഴുതേണ്ടത് ഇംഗ്ലീഷിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇംഗ്ലീഷിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇതിൽ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിൽ തന്നെ ഇംഗ്ലീഷ് വേർഷനും ഉണ്ട്. അപ്പോൾ അത് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ആ വീഡിയോ കൂടെ കാണാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഐഡിയ കിട്ടും. പിന്നെ ഈ PPTയിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ടിലേക്ക് എഴുതി വയ്ക്കുക. ഇത് എക്സ്പാൻഡ് ചെയ്തിട്ട് നിങ്ങൾ എസ്സേ എഴുതുക. എസ്സേ എഴുതുന്ന സമയത്ത് ഇതിലുള്ള പോയിന്റ്സ് ഒന്നും നിങ്ങൾ മിസ് ചെയ്യാതിരിക്കുക പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് എസ്സേകളിലും അല്ലെങ്കിൽ ഈ പേപ്പറിലൊക്കെ സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.